ഹായ് ഓൾ അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അരക്കപ്പ് അവലും അതേപോലെ ഒരു നേന്ത്രപ്പഴം ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അതിനായി പഴം ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇനി ഒരു അരക്കപ്പ് അവൽ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അവൽ നല്ലതുപോലെ വറുത്തെടുക്കാം. ഇതിപ്പോൾ അവൽ നല്ലതുപോലെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി അടുത്തത് അതേ പാനിൽ തന്നെ ഒരു 4 ടേബിൾ സ്പൂൺ എള്ള് നല്ലതുപോലെ കഴുകി വെള്ളമാക്കി ഊറ്റി കളഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എള്ളും കൂടി നല്ലതുപോലെ വറുത്തെടുക്കാം. ഇതിപ്പോൾ ഇവിടെ എള്ളിൻ്റെ വെള്ളമൊക്കെ പോയി നല്ലതുപോലെ തന്നെ വറുത്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി അതേ പാനിൽ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി കട്ട് ചെയ്ത് വെച്ച പഴം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നെയ്യിലിട്ട് നല്ലതുപോലെ പഴം വാട്ടിയെടുക്കാം. ഇതിപ്പോൾ ഇവിടെ പഴം നല്ലതുപോലെ തന്നെ വാട്ടിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ഒരു ടീസ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാര ഇല്ലാതെയും ഇത് ഉണ്ടാക്കിയെടുക്കാം. നല്ല മധുരമില്ല പഴമാണെങ്കിൽ പഞ്ചസാര ചേർക്കാണ്ടും ഇതുണ്ടാക്കാം കേട്ടോ. ഇനി പഴം നല്ലതുപോലെ ഉടച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ വറുത്ത് വെച്ച അവൽ ഒന്ന് കൈകൊണ്ട് പൊടിച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് എള്ളും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിത് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുന്നില്ല, കുറച്ച് ബാക്കിയാക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ കുഴച്ചെടുക്കാം. ഇതിപ്പോൾ ഇവിടെ നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ചെറിയ ചെറിയ ബോൾസ് ആക്കി മാറ്റാം. ഇനി ഓരോ ഉരുളിയും നേരത്തെ ബാക്കി വെച്ച് എള്ളിലേക്ക് ഇട്ട് ചെറുതായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്യണമെന്നില്ല കേട്ടോ, ഇതൊരു കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്നതാണ്. നല്ലൊരു ഹെൽത്തി റെസിപ്പിയാണ്. ചെറിയ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് പറയണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.